നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ എനർജി കുറവായി തോന്നാറുണ്ടോ? വളരെ മടി തോന്നുക, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ക്ഷീണം, അങ്ങനെയൊക്കെ അനുഭവപ്പെടാറുണ്ടോ? എങ്കിൽ നമ്മുടെ എനർജി നമുക്ക് ചെറിയ ശീലങ്ങളിലൂടെ ഉയർത്താനായിട്ട് സാധിക്കും. നമ്മുടെ എനർജി മാറിയാൽ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറും. ആ ശീലങ്ങൾ നിങ്ങൾ 30 ദിവസം നിരന്തരമായി പ്രാക്ടീസ് ചെയ്താൽ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിക്കാനാവും. നമ്മുടെ എനർജി ഉയർത്താനുള്ള 5 ചെറിയ ശീലങ്ങൾ നമുക്ക് നോക്കാം. ചെറിയ ശീലങ്ങൾ എപ്പോഴും നമ്മളെ വലിയ മാറ്റത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത് സൺലൈറ്റ്, ആ സൂര്യപ്രകാശം നമ്മളിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ രാവിലെ കുറച്ചു സമയം എന്ത് ചെയ്യുക, പുറത്തേക്കൊന്ന് നടക്കാൻ പോവുക, ഒരു 5-10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ്. അത് ഫുൾ ടൈം നമ്മൾ ആ സൺലൈറ്റ് ഏൽക്കണമെന്നൊന്നുമില്ല, കുറച്ചു സമയം. അത് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒപ്പം നമ്മളുടെ എക്സസൈസും അതിൻ്റെ ഒപ്പം നടക്കും. രണ്ടാമതായിട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റ്സ് ഇടവിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കവിള് വെള്ളമെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, കുടിച്ചുകൊണ്ടേയിരിക്കുക. 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യത്തിന് എനർജി ആ ഒരു വാട്ടറിലൂടെ നമുക്ക് അറിയാം. 75% നമ്മുടെ ഉള്ളിലുള്ളത് ജലം തന്നെയാണ്. അപ്പോൾ അതിനൊരു കുറവ് വരുമ്പോൾ നമ്മുടെ എനർജി തീർച്ചയായിട്ടും ഡ്രെയിൻ ആവും. അപ്പം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ക്ഷീണം തോന്നുമ്പോഴും വെള്ളം കുടിക്കുക. ഇത്ര ഒരു 2.5-3 ലിറ്റർ നമ്മുടെ വെയിറ്റിനനുസരിച്ച് നമ്മൾ കുടിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ വാച്ച് ചെയ്യുക. മൂന്നാമതായിട്ട് ലൈറ്റ് മൂവ്മെന്റ് ആണ്. ചെറിയ ചെറിയ മൂവ്മെന്റുകൾ നടത്തുക. അത് നമ്മുടെ എനർജി വർദ്ധിപ്പിക്കും. മീൻസ് എനർജി ബ്ലോക്ക് ആയി കിടക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ഈ ടയേർഡ്നെസ്സും ഡ്രെയിൻനെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആ മൂവ്മെന്റ് എന്ന് പറയുന്നത് എനർജി ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കും. നാലാമതായിട്ട് പോസിറ്റീവ് കോൺവെർസേഷൻസ്. നമ്മുടെ സംഭാഷണങ്ങളെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക. അനുകൂലമായ രീതിയിലുള്ള ചിന്തകളും പ്രവൃത്തികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുക. അത് നമ്മുടെ എനർജിയെ വർദ്ധിപ്പിക്കും. നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികളായാലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ആയാലും നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആയാലും നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് പോസിറ്റീവ് ആക്കുക, നമ്മുടെ ആക്ഷൻസ് പോസിറ്റീവ് ആക്കുക, നമ്മുടെ തോട്ട്സ് പോസിറ്റീവ് ആക്കുക, നമ്മുടെ ഫീലിങ്സ് പോസിറ്റീവ് ആക്കുക. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും ഫീലിങ്സിലേക്ക് ഇമോഷൻസിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അഞ്ചാമതായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. അത് മ്യൂസിക്, സൈലൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ. മ്യൂസിക് കേട്ട് കുറേ നേരം, ആ സമയം വേറെ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അത് മാത്രം കേൾക്കുക. അല്ലെങ്കിൽ മ്യൂസിക് കേട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയല്ല, മ്യൂസിക് മാത്രം കേട്ട് അത്രയും സമയം അതിനായിട്ട് ചെലവഴിക്കുക. അല്ലെങ്കിൽ ഒരു 1/2 hour സൈലൻസിലിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഏറ്റവും പ്രിയപ്പെട്ട ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അത് നമ്മുടെ എനർജിയെ വർദ്ധിപ്പിക്കും. അപ്പോൾ സൺലൈറ്റ് കൊള്ളുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ലൈറ്റ് മൂവ്മെന്റ്, അതുപോലെ പോസിറ്റീവ് കോൺവെർസേഷൻ, അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, മ്യൂസിക്, സൈലൻസ് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത് തീർച്ചയായിട്ടും 30 ദിവസം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ എനർജി മാറിയാൽ നമ്മുടെ ജീവിതം തന്നെ മാറും എന്നുള്ളതാണ്. നമ്മുടെ എനർജിയിലേക്ക് നമുക്ക് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റത്തിലേക്ക്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.